ഹായ് ഹലോ ഫ്രണ്ട്സ്, കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു നല്ല ഞായറാഴ്ചയായിട്ട് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളാണ്. കാണാൻ തന്നെ വളരെ രസമുള്ള ഒരു സ്ഥലമാണ്. 33 സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട്, വീഡിയോ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നും 9 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കഞ്ചേരി പഞ്ചായത്താണ്. വീട് വെച്ച് താമസിക്കാനും കൃഷികൾ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല ഒരു ഭൂമിയാണിത്. ജന്മന്തിർ ഭൂമിയാണ്. മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ്. മെയിൻ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സിറ്റിയാണ്, വലിയൊരു സിറ്റി തന്നെയാണ്. അവിടെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ, അമ്പലങ്ങൾ, മോസ്ക്, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, അതുപോലെ CBSE സ്കൂള്, ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇതാണ് ആ സ്ഥലത്തേക്ക് വരുന്ന വഴി. തൊട്ടടുത്ത് നിറയെ വീടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നിറയെ വീടുകൾ ഉണ്ട്. സിറ്റിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതിനാൽ തന്നെ നിറയെ വീടുകളും കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡാണ്. പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ള അകലാണ് ഈ കാണുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡാണ്. എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് പഞ്ചായത്ത് റോഡ്. തൊട്ടടുത്ത് ഉള്ള വീടുകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. നിറയെ വീടുകളുണ്ട്, ചുറ്റുപാടെല്ലാം നിറയെ വീടുകളുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന 33 സെൻറ്റ് സ്ഥലത്തിൻ്റെ ലേക്കുള്ള വഴി. അതാണ്. ചുറ്റുപാടുകളൊക്കെ ഇങ്ങനെയാണ്. ഇനി നമുക്ക് അവിടെയുള്ള കൃഷികളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. വീട് വെച്ച് താമസിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ഇടമാണ്. ഇപ്പോൾ തൽക്കാലം അവിടെ കൃഷികളും കാര്യങ്ങളൊക്കെയാണ്. വെള്ളം, വഴി, കറണ്ട് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ്. വെള്ളത്തിനായിട്ട് അവിടെ ഒരു ബോർവെല്ലാണുള്ളത്. ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ്. എല്ലാ കൃഷികൾക്കും വീട്ടാവശ്യങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെൽ തന്നെയാണ് അവിടെ ഉള്ളത്. ഇനി അവിടെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ കാണാം. പ്ലാവ്, വാഴ, മാവ്, അതുപോലെ കവുങ്ങ്, തെങ്ങ്, അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ കൃഷികളും ചെയ്തിട്ടുണ്ട്. വീട്ടാവശ്യത്തിനായിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം അതും കൃഷി ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. കൃഷികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ മണ്ണും കാലാവസ്ഥയും കൃഷികൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ്. കാണാൻ തന്നെ നമുക്ക് നല്ല രസമാണ്. നമ്മൾ ഒരു ചെടിയൊക്കെ നട്ട് വളർന്ന് വരുമ്പോൾ അതിൽ നിന്ന് കായൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല രസമാണ്. അതുപോലെ തന്നെ കാഴ്ചയ്ക്കും വളരെ മനോഹരമായ, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. നേരം പോക്കിനാണെങ്കിൽ പോലും നമുക്ക് വെറുതെ കണ്ടാലും നല്ല പ്രകൃതിയുടെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാന്താരി ചെടിയും വെണ്ടയ്ക്കയും വാഴയും അതുപോലെയുള്ള എല്ലാവിധ കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകളും ഇതൊക്കെ. ഇത് നിലം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. മലകളോ കുന്നുകളോ പാറക്കെട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. വളരെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, നല്ല കൃഷികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഈ വീഡിയോ നല്ല ഇഷ്ടപ്പെടും. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടല്ലോ കാണാൻ എന്ന് പറഞ്ഞ്. കപ്പളങ്ങയൊക്കെ ഉണ്ടായി നിൽക്കണ കാണാൻ പറ്റും. നിങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങയൊക്കെ എന്താ പറയുക, പപ്പായ, പല പേരുകളൊക്കെയാണല്ലോ പറയുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ബോർവെല്ലിനായിട്ട് മോട്ടോർ പെരയുണ്ട്. മോട്ടോർ പെരയും കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സ്ഥലം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നും ഞാൻ പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത്. പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല, വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നിറയെ കാഴ്ച നിൽക്കുന്ന പപ്പായമാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. വൈറ്റമിൻ A തുടങ്ങി Z വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്രദം. മുരിങ്ങയും എല്ലാ ചെടികളും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. വീട്ടാവശ്യത്തിന് ഉള്ള വിഷം അടിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെച്ച് താമസിക്കാനും അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃഷി ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള
നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളത്തിനായിട്ടുള്ള ബോർവെൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമുക്ക് ബോർവെല്ലും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം. വാഴയൊക്കെ നല്ലവണ്ണം തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം വരണ വഴിയൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ബോർവെല്ല്. ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ്. എല്ലാ കൃഷികൾക്കും ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ഇനി വീട് വെച്ച് താമസിക്കുകയാണെങ്കിലും ധാരാളം വെള്ളം ഇഷ്ടം പോലെയുള്ള ഒരു ബോർവെല്ലാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളെല്ലാതും കണ്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം. ആകെ ഉള്ളത് 33 സെൻറ്റ് സ്ഥലമാണ്. ജന്മന്തീർ ഭൂമിയാണ്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് 55,000 രൂപയാണ്. സെൻറ്റിന് ചോദിക്കുന്നത് 55,000 രൂപയാണ്. ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് 55,000 രൂപയാണ് ചോദിക്കുന്നത്. ആവശ്യമുള്ളവർ, ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കണ്ണിനും മനസ്സിനൊക്കെ വളരെ കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ സ്ഥലത്തിൻ്റെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീഡിയോ കട്ട് ചെയ്ത് കളയണമെന്ന് തോന്നണില്ല, അത്ര മനോഹരമായ കാഴ്ചകളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ കണ്ടിരിക്കാനൊക്കെ തോന്നും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര കണ്ടിരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഇടുകയാണ്. അപ്പോൾ വാഴയിലൊക്കെ വെള്ളം നനഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്ത് നല്ല രസമല്ലേ. എനിക്ക് അങ്ങനെ പ്രകൃതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ ശബ്ദം കേട്ട് മടുത്തെങ്കിൽ വിലയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് നിർത്താം. പക്ഷേ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ടുകൊണ്ടിരിക്കാം. കുരുമുളകും നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഈ വാഴയും പച്ചക്കറികൾ മാത്രമല്ല, കുരുമുളക് അടക്കമുള്ള കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. സൈഡൊക്കെ കമ്പി വലയൊക്കെ ഇട്ടിട്ട് കെട്ടിയിട്ടുണ്ട്. തൊട്ടടുത്തത് കളിക്കുന്ന പിള്ളേർ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമത്തിലെ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതാ പിള്ളേർ കളിക്കുന്ന ഒരു കളിസ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ കൃഷി സ്ഥലമാണ്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു മനസ്സൊക്കെ നമുക്കൊന്ന് ഫ്രീ ആയി നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഞാൻ അധികം വലിച്ച് നീട്ടിയൊന്നും പറയണില്ല, നിങ്ങളിത് കാണിച്ചു തരാം എന്ന് കരുതി ഞാനിത് ഫുള്ളിടുകയാണ് വീഡിയോ. അപ്പോൾ ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഒക്കെ കണ്ട് നല്ല മനസ്സാക്കിയായിരിക്കാം. ഓക്കെ, ബൈ ബൈ ബൈ.